ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തുടക്കം, ഒരു പ്രണയത്തിന്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബിട്ടായൽ സിൽസില സീരിയലിന്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കും. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടെ അനേബിൾ ചെയ്ത് കൊടുക്കണേ. എന്നാൽ നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. നമ്മൾ ഇന്നലെ കഥ അവസാനിപ്പിക്കുന്നത് മൗലിയും ഗുണാലുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നന്ദിനിയും രാജ്ദീപും കാറിൽ വരുന്നത് ആണ് കാണിക്കുന്നത്. വരണ വഴിയിൽ തന്നെ രാജ്ദീപ് നന്ദിനിയോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ആ നടുറോട്ട് വെച്ച് നന്ദിനി ഇറങ്ങുകയും ചെയ്യുന്നു. ഇനി എങ്ങോട്ടാ പോകേണ്ടേ, എന്താ ചെയ്യേണ്ടേ എന്നൊന്നും അറിയാതെ നന്ദിനി അവിടെ പതറിയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ കഥ അവസാനിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്നത്തെ പാട്ടിലോട്ട് പോവാം. അങ്ങനെ എങ്ങനെയോ നന്ദിനി വീട്ടിലെത്തുന്നു. ഇനി രാജ്ദീപ് തന്നോട് പിണക്കമായിരിക്കും എന്ന് കരുതി അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ബെഡ്റൂമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അവൻ വരുന്നതും കാത്തിരിക്കുന്നു. അപ്പോൾ തന്നെ ഹോണിംഗ് ബെല്ലടിക്കുന്നു. ഉടനെ രാജ്ദീപ് ആയിരിക്കും വന്നതെന്ന് കരുതി സന്തോഷത്തോടെ അവനെ വെൽക്കം ചെയ്യാൻ ഓടിപ്പോകുന്നു. വാതിൽ തുറന്നതും അവൾ ഭയങ്കര ഷോക്കാവുന്നു. അവളെ ഹസ്ബൻഡ് ഫ്രണ്ടിൽ പോകുന്നു. ബാക്കിൽ നിന്ന് വേറൊരു പെണ്ണും കൂടെ പോകുന്നു. അവർ നന്ദിനിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ വേറെ രീതിയിലൊക്കെ ഇടപെടുന്നു. ഇതെല്ലാം കാണുന്ന നന്ദിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ പൊട്ടി പൊട്ടി കരയുന്നു. എൻ്റെ ലൈഫ് ഇത്രയും മോശമായിട്ടാണോ ഇരിക്കുന്നത്? എൻ്റെ ജീവിതം പോയി, അയ്യോ ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരയുന്നു. അടുത്ത സീനിൽ മൗലിയാണ് കാണിക്കുന്നത്. അവൾ എപ്പോഴും പോലെ നന്ദിനിയെക്കുറിച്ചാണ് സംസാരിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് അവളെ അവിടെ നിന്ന് രക്ഷിക്കണോ അത്രയും പെട്ടെന്ന് അവൾക്ക് നല്ലതാണ് ഗുണാൽ. എനിക്കിപ്പോൾ പോലും നന്ദിനിയെ കാണണം പോലെ ഇരിക്കുന്നു. ശരി മൗലി, നമുക്ക് നാളെ തന്നെ അവളെ പോയി കാണാം എന്നും പറഞ്ഞ് ഗുണാൽ അവളെ സമാധാനപ്പെടുത്തി ഉറക്കാൻ നോക്കുന്നു. മോർണിംഗ് നന്ദിനി രാജ്ദീപിന് കോഫിയൊക്കെ എടുത്തിട്ട് വരുന്നു. എന്നാൽ അവൾക്ക് അപ്പോൾ തന്നെ ഒമറ്റിംഗ് ടെൻഡൻസി വരുന്നു. ആ സ്ഥലത്ത് തന്നെ അവൾ ഒമറ്റ് ചെയ്ത് വിടുകയും ചെയ്യുന്നു. അയ്യയ്യേ, എന്താ കാണിക്കുന്നേ? ഇവിടെയാണോ ഇതൊക്കെ? മാറുന്നു, പോ ബാത്റൂമിൽ പോ, എന്ത് വേണോ കാണിക്കുക അവിടെ പോയി, ഛേ എന്നും പറഞ്ഞ് അവളെ വിരട്ടി വിടുന്നു. അവൾ ബാത്റൂമിൽ പോയി കഴുകിയിട്ട് കരഞ്ഞിട്ട് വയറ്റിൽ കൈവച്ച് കുഞ്ഞിനോട് പറയുന്നു, സങ്കടപ്പെടാതെ, അമ്മയുണ്ട് നിനക്ക്, ഞാൻ നിനക്ക് നല്ല അമ്മയായിരിക്കും, നിന്നെ ഒരിക്കലും ഞാൻ കരയാൻ അനുവദിക്കില്ല, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ വാത്സല്യത്തോടെ അവളെ കുഞ്ഞിനോട് പറയുന്നു. പുറത്ത് രാജ്ദീപ് ഡോറ് മുട്ടുന്നു. അവൾ വന്ന് ഡോറ് തുറക്കും. എന്താ ചെയ്തിട്ടിരുന്നേ? നീ ഇവിടെ എന്താ ഇത്ര നേരം ബാത്റൂമിൽ നീ എന്തിനിരുന്നു? നീ ആരോട് സംസാരിച്ചിട്ടിരുന്നേ എന്നൊക്കെ ചോദിച്ച് അവളെ സംശയത്തോടെ നോക്കുന്നു. അവളാണെ മറുപടി ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നു. അങ്ങനെ അവൾ നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് വീണ്ടും ദേഷ്യം തോന്നി. അവളെ വാങ്ങി പിടിച്ച് ചെവരോട് കൊണ്ടുവന്ന് ചേർത്തിട്ട്, ഇനി ഇതുപോലെ എന്തേലും ഞാൻ കണ്ട ഞാൻ നിന്നെ വെറുതെ വിടില്ല. വീട്ടിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ, എന്നാൽ പുറം ലോകത്ത് നമ്മൾ ബെസ്റ്റ് പേരാണെന്ന് നിനക്കറിയില്ലേ? അങ്ങനെ കാണിക്കണം, അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലിടാൻ നമുക്കൊരു പിക്ക് എടുക്കാം, വാ എന്നും പറഞ്ഞ് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അവൻ സന്തോഷം കണ്ടെത്തുന്നു. അതങ്ങനെ ഒരു സൈക്കോ. അവിടെ നന്ദിനിയെ കുറിച്ച് തന്നെയാണ് മൗലിയുടെ ചിന്ത. അതുകൊണ്ട് ഗുണ രാജ്ദീപിനെ വിളിച്ച് പറയുന്നു, നമ്മൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന്. അതുകൊണ്ട് നന്ദിനി വെറൈറ്റി ആയിട്ട് മൗലിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് രാജ്ദീപിന് അത്ര സഹിക്കുന്നില്ല. എന്താ ഇത്, പുതിയ ഡിഷസൊക്കെ? എനിക്കതൊന്നും ഇഷ്ടമില്ലല്ലോ, പിന്നെ എന്തിനു നീ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേ? അതോ, ഇതൊക്കെ മൗലിയുടെ ഫേവറേറ്റ് ഡിഷസാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇത് കേട്ടപ്പോഴേ രാജ്ദീപിന് ദേഷ്യം വരുന്നു. എന്ത് അഹങ്കാരമാണ് നിനക്ക്? അവളെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ അവൾ വീണ്ടും വന്നെന്ന് കരുതി ഓവറാ ചാടാതെ എന്നും പറഞ്ഞ് അവൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്ത് തറയിലോട്ട് എറിയുന്നു. അവളെ കൈയിനെ പിടിച്ച് തിരിച്ചിട്ട് അവൻ പറയുക, എടി, അവള് എങ്ങനെ മിംഗ്ലാവാൻ വന്നാലും പഴയ പോലെ നീ അവളെ കാണരുത്. അവളെ ഞാൻ വീട്ടിൽ കയറ്റുന്നത് തന്നെ അവളെ ഹസ്ബൻഡിന്റെ കൂടെ എനിക്ക് പാർട്ട്ണർഷിപ്പ് തുടങ്ങാനാണ്.
അതുകൊണ്ട് അവളെ പഴയ ഫ്രണ്ട്ഷിപ്പ് മൊണ്ണാങ്കൊട്ട ഒക്കെ മൂലയിൽ എടുത്തെറിഞ്ഞിട്ട് വായി മൂടിയിരിക്കണം കേട്ടോ. ശരിയെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് നന്ദിനി ആ താഴെയുള്ള ഫുഡൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ പുറത്തു നിന്നും ഹോണിംഗ് ബെല്ലിന്റെ സൗണ്ടും കേൾക്കുന്നു. രാജ്ദീപ് പോയി ഡോർ ഓപ്പൺ ചെയ്യുന്നു. ഹലോ, നിങ്ങൾ എത്തിയോ? വരൂ, അകത്തോട്ട് പോകാം എന്നും പറഞ്ഞ് അവരെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ രാജ്ദീപ് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അന്ന് നന്ദിനിയുടെ ഫോട്ടോ എടുത്തതും ഇതേ പ്ലാനിങ്ങോടെയാണ്. ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ട് മൗലിയും അകത്ത് വരുന്നു. ഇതിനു മുന്നേ അവർ ഒരുമിച്ചിട്ടുള്ള ഫോട്ടോസൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവര് വരുന്നെന്നറിഞ്ഞ ശേഷമാണ് അവൻ ഫ്രെയിം ചെയ്ത് തൂക്കിയത്. അപ്പോൾ മൗലി ചോദിക്കുന്നു, നന്ദിനി എവിടെ? ഉടനെ തന്നെ നന്ദിനിയും വരുന്നു. വന്നയുടനെ രണ്ടുപേരും ഹഗ് ചെയ്യുന്നു. വരൂ, ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് നന്ദിനി അവരെ ക്ഷണിക്കുന്നു. എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്നു. എനിക്ക് നന്ദിനിയുടെ ഫുഡ് വളരെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് മൗലി. ഉടനെ, നന്ദിനി, ഇത് നീ ഉണ്ടാക്കിയതാണോ? നീ ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ലല്ലോ, ഇത് വേറെ ടേസ്റ്റ് പോലെ തോന്നുന്നു. അല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാ, പഴയ ആ കൈപ്പുണ്യമൊക്കെ പോയി. ആ ഓക്കെ, എന്നാലും നീ ഉണ്ടാക്കിയതല്ലേ, എനിക്ക് നല്ല ഇഷ്ടം തന്നെയാണ് എന്നും പറഞ്ഞ് മൗലി ചിരിച്ചുകൊണ്ട് അത് കഴിക്കുന്നു. നന്ദിനി, നീ നന്നായിട്ട് തന്നെയാണോ ജീവിക്കുന്നത്? പിന്നെ ഞാൻ റാണിയെ പോലെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഭർത്താവ് എന്നെ അങ്ങനെയാണ് നോക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്ദീപ് നല്ല എരിവുള്ള ഫുഡ് എടുത്ത് അവളെ വായിൽ വെച്ച് കൊടുക്കുന്നു. ഉടനെ തന്നെ അവൾക്ക് ഇരിക്കുന്നു. വെള്ളം കുടിച്ച് നോക്കിയിട്ട് ശരിയാവുന്നില്ല. ഉടനെ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് അവൾ വാഷ്റൂമിലോട്ട് പോകുന്നു. അവൾക്ക് എരിവ് സഹിക്കാൻ പറ്റുന്നില്ല, ചുമച്ചിട്ടേ ഇരിക്കുന്നു. അവൾ പ്രഗ്നൻ്റ് അല്ലേ, ഈ സമയത്ത് നല്ല എരിവുള്ളതൊന്നും കഴിച്ചുകൂടല്ലോ. അതേസമയം രാജ്ദീപും നന്ദിനിയുടെ പിറകെ പോകുന്നു. ഇത് കണ്ട മൗലിക്ക് എന്തോ സംശയം തോന്നുന്നു. എനിക്കെന്തോ ഇത് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല ഗുണ, ഞാനും പോയി ഒന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞു മൗലിയും അവരുടെ പുറകെ പോകുന്നു. അവിടെ രാജ്ദീപ് നന്ദിനിയുടെ കൈ മുറുകെ പിടിച്ച് ഉപദ്രവിക്കുന്നതാണ് കാണിക്കുന്നത് അടുത്ത സീനിൽ. എന്താണ് ഇങ്ങനെ ഓവർ ഡ്രാമ കളിക്കുന്നേ? എന്തിനു നീ അവിടെ നിന്ന് ഇപ്പോൾ എണീറ്റ് വന്നേ? അവരെന്നെക്കുറിച്ച് എന്ത് കരുതി കാണും എന്നും പറഞ്ഞ് രാജ്ദീപ് അവളെ അടിക്കാൻ കഴിയുന്നു. ഉടനെ തന്നെ മൗലി വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഉടനെ നന്ദിനിയെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് പറ്റി മോളെ എന്നൊക്കെ പറഞ്ഞ് ഓവറായിട്ട് അഭിനയിക്കുന്നു. ഉടനെ മൗലിയെ നോക്കിക്കൊണ്ട്, നീ എന്താ ഇവിടെ? ഇല്ല, നിങ്ങളെ രണ്ടുപേരെയും കാണുന്നില്ല, നന്ദിനിക്ക് വയ്യാന്ന് തോന്നി, അതാ ഞാൻ വന്ന് നോക്കിയാന്ന് കരുതിയത് എന്നും പറഞ്ഞ് ആ സീനും ഓക്കെ ആവുന്നു. അടുത്ത സീനിൽ രണ്ടുപേരും പായസം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം മൗലി, നന്ദിനി, നമ്മൾ ഷോപ്പിങ്ങിന് പോയി എത്ര വർഷമായി, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ? എന്നാൽ നന്ദിനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് രാജ്ദീപിനെ നോക്കുന്നു. എന്താ എന്നെ നോക്കുന്നേ, നിനക്കിഷ്ടമാണ് നീ പൊക്കോ എന്ന് രാജ്ദീപും പറയുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ റെഡിയാകുന്നു. അപ്പോൾ ആ രാജ്ദീപ് പുറകെ കൂടെ വന്ന് അവളെ ഹഗ് ചെയ്യുന്നു. എടി, നിന്നെ ഞാൻ അവളുടെ കൂടെ ഒറ്റയ്ക്ക് വിടുവാണെന്ന് വെച്ച് നീ എന്നെക്കുറിച്ച് എല്ലാം പറയാമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, എനിക്കിതിന് പിന്നിൽ വേറെ ഉദ്ദേശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ഈ ഫോൺ കയ്യിൽ വച്ചേക്ക്, ഞാൻ അതിൽ റെക്കോർഡ് ഓണാക്കി വെച്ചിട്ടുണ്ട്, കൂടാതെ ഒരു മൈക്കും ഉണ്ട്. നീ ആ മൗലിയോട് എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ അതിരുന്ന് കേട്ടിട്ടേ ഇരിക്കും കേട്ടോ. ശരിയെന്ന് അവളും തലയാട്ടുന്നു. എന്നിട്ട് മൗലിയുടെ കൂടെ പോകുന്നു. നെക്സ്റ്റ് മൗലിയും നന്ദിനിയും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. എത്ര കാലമായി ഇങ്ങനെയൊക്കെ വന്നിട്ട്, നിന്നെ ഒന്ന് കണ്ടിട്ട്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. നീ പറ, ആ രാജ്ദീപ് ആദ്യം വളരെ മോശമായിരുന്നല്ലോ, ഇപ്പോൾ അവൻ എങ്ങനെ നിന്നെ നല്ല നോക്കണ? സത്യം പറ നന്ദിനി, എന്തുണ്ടേലും പറ, എന്നോട് പറ, ഒളിക്കാതെ പറയേ എന്നൊക്കെ മൗലി കുത്തി കുത്തി ചോദിക്കുന്നു. എന്നാൽ നന്ദിനിക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ആ രാജ്ദീപ് എല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഉടനെ അവൾ ഇങ്ങനെ പറയുന്നു, അങ്ങനെ ഒന്നും ഇല്ലടി, ഞാൻ നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. അയാൾ ആദ്യമൊക്കെ മോശമായിരുന്നു, പിന്നെ അയാൾ തന്നെ മാറി എന്നൊക്കെ പറയുന്നു. അപ്പോൾ മൗലിക്കൊരു കോൾ വരുന്നു. അവൾ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അപ്പോൾ ആണ് അന്ന് രാജ്ദീപിൻ്റെ കൂടെ
ഒരു പെണ്ണിനെ നന്ദിനി കണ്ടില്ലേ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്? ആ പെണ്ണ് നന്ദിനിയുടെ അടുത്തോട്ട് വരുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നിന്റെ ഹസ്ബൻഡിനെ ഞാൻ എത്ര നേരമാ വിളിക്കുന്നു അറിയുന്നോ? അയാള് കോൾ എടുക്കുന്നില്ല. ഞാൻ അന്ന് അവനോട് സ്റ്റേ ചെയ്തതിന്റെ പൈസ അവൻ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് നീ എനിക്കത് തരണം. നീ ഇപ്പൊ പറ, നീ എനിക്കത് തരുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഓവറാ വിരട്ടുന്നു. എന്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല, നീ ഇപ്പൊ പോ, എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവര് നിന്നെ കണ്ട ശരിയാവില്ല, നീ പോയിപ്പോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയും മറുപടി കൊടുക്കുന്നു. ഇതൊക്കെ രാജ്ദീപും കേട്ടിട്ട് തന്നെ ഇരിക്കുന്നു. അവരാണ് ഇത് കേട്ടിട്ട് വിക്കലും ചുമയും എല്ലാം ഒരുമിച്ച് വരുന്നു. അത് നിർത്താനും പറ്റുന്നില്ല. അയ്യോ, എന്റെ ക്യാരക്ടർ ഇപ്പൊ എല്ലാരും മനസ്സിലാക്കും എന്ന് വിചാരിച്ചിട്ടാവും. ഇതെല്ലാം കണ്ടിട്ട് മൗലിയും വരുന്നു. ആരാ നന്ദിനി ഇത്? നിനക്കറിയാവുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കുന്നു. നന്ദിനിക്ക് ഇത് കേട്ട് നല്ല ടെൻഷൻ ആവുന്നു. ഉടനെ തടി തപ്പാൻ വേണ്ടി, അതെ, എനിക്ക് ഈ കുട്ടിയെ അറിയാം, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ആ കുട്ടിയും പിടിച്ചോണ്ട് നന്ദിനി പോകുന്നു. നിനക്ക് എന്ത് പ്രശ്നവും ഇപ്പോ? എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്നാ നിക്ക്, ഞാൻ നിനക്കൊരു വള തരാം. ഇത് നല്ല കോസ്റ്റ്ലി ആയ വളയാണ്. നീ ഇത് വെച്ചോ, അയാൾ നിനക്ക് കാശ് തരുമ്പോ നീ വള തിരിച്ചു തന്നാ മതി എന്നും പറഞ്ഞ് അത് ഊരിക്കൊടുക്കുന്നു. എന്നിട്ട് മൗലിയുടെ അടുത്തോട്ട് പോകുന്നു. എന്നാൽ നന്ദിനി നല്ല ടെൻഷനായിട്ട് തന്നെയാണ് ഇപ്പോഴും. മൗലി ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ പേടിച്ച് തന്നെയാണ് നന്ദിനി മറുപടി കൊടുക്കുന്നത്. ഇതൊക്കെ മൗലി നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്തോ പ്രോബ്ലം ഉണ്ട്, ഇവൾ എന്തിനാണ് ഇങ്ങനെ ഒളിക്കുന്നേ എന്നൊക്കെ മൗലി ആലോചിച്ചിട്ട് തന്നെ ഇരിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും വീട്ടിലോട്ട് പോകുന്നു. നന്ദിനി വീട്ടിലെത്തിയ ഉടനെ തന്നെ ആ രാജ്ദീപ് അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് വാ വന്നിരിക്കേ എന്നൊക്കെ പറഞ്ഞ് വെള്ളമൊക്കെ കൊടുത്ത് അവളെ നന്നായിട്ട് പരിചരിക്കുന്നു. അവിടെ എന്തുണ്ടായി? പറ. അത് അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് വന്ന് എന്നോട് കാശ് ചോദിച്ചു. എൻ്റെ അടുത്ത് കാശില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ വള ഊരിക്കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേ ആ സൈക്കോ അവളെ ഓങ്ങി ഒരു അടി ഇടിക്കുന്നു. അവൾ അങ്ങനെ സോഫയിൽ പോയി വീഴുന്നു. അതെന്തിനു കൊടുത്തേ? അതിന്റെ വില അറിയാമോ നിനക്ക്? അത് പോയി കൊടുത്തോട്ട് വന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നു. ഇതോടെ നമുക്ക് ഈ പാട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമായെങ്കിൽ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ബൈ.